ഇവിടെ നിന്ന് വർത്താനം പറഞ്ഞാൽ കേൾക്കും. ഏ ഇങ്ങനെ ഒരു വർത്താനം പറഞ്ഞാൽ ഏ ഏ ഇങ്ങനെ ഒന്ന് വർത്താനം പറഞ്ഞാൽ കേൾക്കുമെന്ന് തോന്നുന്നു. ഏ ഏ മൈക്ക് കണക്ട് ചെയ്തിട്ട് അങ്ങനെ നിന്നാ കേൾക്കുമോ ഇങ്ങനെ നിന്നാ കേൾക്കുമോ കൊള്ളാം. അപ്പോൾ ഹായ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഈ വീഡിയോക്കകത്ത് കവർ ചെയ്തിട്ടുള്ളത് മെയിൻലി ഷോൾഡറും പിന്നെ ഒരു വേരിയേഷൻ ചെസ്റ്റിൻ്റെയും. ആപ്സിൻ്റെ ചെയ്തായിരുന്നു, പക്ഷേ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ലെറ്റ്സ് കണ്ടിന്യൂ ദ വീഡിയോ. ജിമ്മിലെത്തി ഇന്നത്തെ വർക്കൗട്ടിനുള്ള ക്യാമറ നോക്കി വർത്തമാനം പറയുന്നത് എന്തോ പാടല്ലേ. അതും എന്നെപ്പോലെ ഒരു ഇൻട്രോവേർട്ടിന്, പ്രത്യേകിച്ച് മലയാളത്തിൽ വർത്തമാനം പറയുമ്പോൾ. ഞാൻ ഹൈദരാബാദിലായ കാരണം 90% തെലുങ്കന്മാരാണ് വരുന്നത് ജിമ്മിൽ. അവർ ഈ മലയാളം കേൾക്കുമ്പോഴത്തൊക്കെ ഒരു നോട്ടമുണ്ട്. അതാ ഇവിടെ നടന്നത്. ഞാൻ തുടങ്ങിയതും അപ്പുറത്തെ പേര് എന്നെ സൂക്ഷിച്ച് നോക്കാൻ തുടങ്ങി, ഞാൻ എന്തായി പറയുന്നതെന്ന് അറിയാൻ വേണ്ടി. അത് കാരണം വീഡിയോയിൽ അങ്ങനെ വർത്തമാനമൊന്നും പറഞ്ഞിട്ടില്ല. കുറച്ച് വീഡിയോ അങ്ങനെ പോട്ടെ. വീഡിയോസ് എടുക്കുന്നതോടെ അത് മെല്ലെ ശീലം ആയിക്കോളും. ആകുമായിരിക്കും. ഓക്കെ, ഇന്നത്തെ വർക്കൗട്ട് ഷോൾഡർ, ശകലം ചെസ്റ്റ്, ശകലം ആപ്സും കൂടി ചെയ്യണം. ശകലമല്ല, നല്ലതായിട്ട് ആപ്സ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫ്രണ്ട് ഡെൽസിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് ചെയ്യാൻ പോകണം. വൈക്കിംഗ് പ്രസ് ചെയ്യാൻ പോകണം. നല്ല സ്ട്രെങ്ത്തും കാണും വൈക്കിംഗ് പ്രസ് ചെയ്തിട്ട്. രണ്ട് സൈഡും 30 കിലോ ഇട്ടിട്ടുണ്ട്. അത്ര 30, 30, 60 ചെയ്ത് നോക്കാം എത്ര വരെയാണ്. വൈക്കിംഗ് പ്രസ് വെറും ഞാൻ സ്ട്രെങ്ത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ഫ്രണ്ട് ഡെൽസ് വർക്ക് ചെയ്യണമെങ്കിൽ വേറെ ബെറ്റർ വേരിയേഷൻസ് ഉണ്ട്. പക്ഷേ ഇതൊരു ഫാൻസി മെഷീൻ ആയ കാരണം കാണുമ്പോൾ ഒരു കൊതി, അല്ലാതെ വലിയ കാര്യമൊന്നുമില്ല. വർക്കൗട്ടിനടുത്ത് നല്ല ഗ്യാപ്പ് വന്നാണോ, വോളിയം കിട്ടുന്നില്ല. കുഴപ്പമില്ല, 10 അടിച്ചില്ലേ. ശരിക്കും വന്നില്ല. അപ്പോൾ വൈക്കിംഗ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഒരു ഫ്രണ്ട് ഡെൽറ്റ് വേരിയേഷൻ കൂടി ചെയ്യാം. ഒരു വാമപ്പ് അടിച്ചു, 2 വർക്കിംഗ് സെറ്റും കൂടി ചെയ്യാം. പിന്നെ 2 സെറ്റും കൂടി. ഇതിപ്പോൾ 10നും കാട്ടി കൂടുതൽ വന്നില്ലേ, പോയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ഇനി 2 സെറ്റും കൂടി ഉണ്ട്. ഓക്കെ, വെയിറ്റ് കൂട്ടിയിട്ട് 2 സെറ്റും കൂടി അടിക്കാം. ഫ്രണ്ട് ഡെൽസ് കഴിഞ്ഞ് ഇനി സൈഡ് ലാറ്ററൽ റേസസ് ചെയ്യാം കേബിൾ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വെച്ചിട്ട് മൈക്ക് കത്തുപോയി. ഞാൻ മേടിച്ച മൈക്ക് നല്ല അടിപൊളി മൈക്കാണ്. അതിലൊരു പച്ച ലൈറ്റ് അല്ലാതെ വേറെ ഒന്നും കത്തൂല. അപ്പോൾ ചാർജിങ് ലോ ആയോ ഇല്ലെന്ന് ഒട്ടും മനസ്സിലാവില്ല. പ്രശ്നമില്ല,
അപ്പോൾ ഇവിടെ ഞാൻ ചെയ്ത ലാറ്ററലൈസസ് ഫോം പെർഫെക്റ്റ് ആയിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ ബേസിക് കേബിൾ ഗ്രിപ്സ് യൂസ് ചെയ്ത കാരണമാണ്. അതിനെക്കാട്ടി ബെറ്റർ യൂസ് ചെയ്യേണ്ടത് വി കേബിൾ ഗ്രിപ്പ് അല്ലേ ബെസ്റ്റ് റിസ്റ്റ് കഫ്സാണ്. മൈക്ക് ചത്ത് റിലൈസ് ആയി വന്നപ്പോഴത്തേക്കും ലാറ്ററലൈസസ് ചെയ്ത് തീർന്നു. പിന്നെ ഞാൻ ബാക്കി വീഡിയോ എല്ലാം നോർമൽ ഫോണിൻ്റെ മൈക്ക് വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്തത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കൂടുതലായിക്കോളും. ചെസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് ഒരു ഐസൊലേഷൻ മൂവ്മെൻറ്റാണ്, കേബിൾ ഫ്ലൈസ്. ഓവറോൾ ചെസ്റ്റ് ഡെവലപ്മെൻറ്റ് ഇതൊരു ബെസ്റ്റ് എക്സസൈസാണ്. റീസെൻ്റ്ലി ഞാനൊരു പുതിയ വേരിയേഷൻ ആഡ് ചെയ്യണമെന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പർ ചെസ്റ്റ് ഡെവലപ്മെൻറ്റ് ഒത്തിരി വീക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂഷ്വലി ഞാൻ ലോ ടു ഹൈ കേബിൾ ഫ്ലൈസാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതിൽ എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തെന്താണെന്ന് വെച്ചാൽ അപ്പർ ചെസ്റ്റിനെയും കാട്ടി കൂടുതൽ ഫ്രണ്ടൽസ് ആയ സെക്കൻഡറി മസിൽ ആക്ടിവേഷൻ കൂടുതലാണെന്ന് തോന്നി. നെക്സ്റ്റ് വർക്കൗട്ടിൽ ഞാൻ സ്മിത്ത് മെഷീൻ ഇൻക്ലൈൻ ബെഞ്ച് പ്രസ് ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഫോർ ബെറ്റർ ചെസ്റ്റ് ഡെവലപ്മെൻറ്റ്. നോക്കട്ടെ അതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് 2-3 വീക്സ് കഴിഞ്ഞിട്ട് എത്ര ചേഞ്ചസ് വരുന്നുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ അത്രയേ ഉള്ളൂ. നമ്മൾ ഷോൾഡറും കവർ ചെയ്ത്, ചെസ്റ്റും കവർ ചെയ്ത്, ആപ്സും കവർ ചെയ്ത്. ആപ്സ് പിന്നെ റെക്കോർഡ് ചെയ്തില്ല, അത് വേറെ കാര്യം. ഷോൾഡറിൽ 3 വേരിയേഷനായിട്ട് ചെയ്തു, പിന്നെ ചെസ്റ്റിൽ ഒരു വേരിയേഷനായിട്ട് ചെയ്തു. ചെസ്റ്റൊക്കെ നല്ല പമ്പായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഷോൾഡറും റൈറ്റ് ഷോൾഡർ നല്ല പമ്പായിട്ടുണ്ട്. പിന്നെ റൈറ്റ് ഷോൾഡറിനെ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് ഷോൾഡർ ഇച്ചിരി വീക്കാണ്. അതൊക്കെ നമ്മൾ മെല്ലെ ബെറ്റർ ആക്കി എടുക്കും. ഈ സീരീസിൽ നമുക്ക് അതിൻ്റെ പ്രോഗ്രസ്സും കാണാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.